ഹലോ, ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ വീഡിയോ എന്ന് പറയാം. കാരണം കഴിഞ്ഞ കുറച്ച് ഡേയ്സായിട്ട് ഞാൻ കൊച്ചു റെസിപ്പി വീഡിയോസ്, അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ വീക്കെൻഡ്സിൽ പുറത്ത് പോവുകയാണെങ്കിൽ ഔട്ടിംഗ് വ്ളോഗുകൾ, പിന്നെന്താ റെസ്റ്റോറൻറ്റ് ഡിന്നർ വ്ളോഗുകൾ, അങ്ങനെയൊക്കെ നമ്മൾ പല ടൈപ്പ് ഓഫ് കണ്ടൻസ് ഇപ്പോൾ ഈ അടുത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു പറയുകയാണ്, ഇത് എൻ്റെ ഇന്നത്തെ കഴിഞ്ഞ ദിവസത്തെ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ വീഡിയോ ആണ്. അപ്പോൾ സൺഡേയിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ് കേട്ടോ. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. വീക്കെൻഡ്സ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ. നോർമലി എന്നും നടക്കുന്നത് പോലെ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ഒരു ഡെയിലി റുട്ടീൻ ആയിരിക്കില്ല നമുക്ക് സാറ്റർഡേയ്സിലും സൺഡേയ്സിലും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ എന്താണേലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി റെഡിയാക്കിയിരുന്നത് ഇടിയപ്പവും അതുപോലെ തന്നെ ഗ്രീൻ ബീൻസ് കറിയല്ല, വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ കുറച്ച് ഗ്രീൻ ബീൻസ് ഒക്കെ എക്സ്ട്രാ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ പൊട്ടറ്റോയും ക്യാരറ്റും ബീൻസും ഗ്രീൻ പീസും ഒക്കെ ഇട്ടിട്ടുള്ള, തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമയും ഇടിയപ്പവും, പിന്നെ ഒരു കപ്പ് ചായയും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ഫ്രൂട്ടായിട്ട് കുറച്ച് വാട്ടർമെലൺ എടുത്തു. അത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് അത് നമ്മളെല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു. അപ്പോൾ സാറ്റർഡേയിലെ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ കണ്ടവർക്കറിയാം, ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അതായത് അതിൻ്റെ റെസിപ്പി പുറകെ വരുന്നതേ ഉള്ളൂ. പക്ഷേ സാറ്റർഡേയിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയിൽ ഞാൻ എൻ്റെ ചിക്കൻ ബിരിയാണിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സെയിം ബിരിയാണിയുടെ റെസിപ്പി എന്ന് പറയുന്നത് പുറകെ വരുന്നുണ്ട്. അപ്പോൾ സൺഡേയിൽ നമ്മൾ ബിരിയാണി എന്ന് പറയുന്നത് 2 ദിവസത്തേനാണ് വെച്ചത്, കുറച്ച് എക്സ്ട്രാ വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ ആ ദിവസം കഴിച്ചപ്പോൾ എക്സ്ട്രാ അടിപൊളി ടേസ്റ്റായിരുന്നു. അതിലും ടേസ്റ്റായിരുന്നു. ഒന്ന് ആവി കയറ്റി, തലേ ദിവസത്തെ ബിരിയാണി ഒന്ന് ആവി കയറ്റി കഴിച്ചപ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബിരിയാണി വിളമ്പി. അതിലേക്ക് ചിക്കൻ പീസസും അതുപോലെ തന്നെ കേർഡും, പിന്നെന്താ നമ്മുടെ ഡേറ്റ്സ് ലെമൺ പിക്കിളും പപ്പടവും ഒക്കെ ചേർത്ത് ഞാനത് റിപ്പീറ്റ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഈ സെയിം സംഭവം തന്നെ കാണിച്ചല്ലോ, അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ അതിനുശേഷം മധുരം, ചോറിട്ട് മധുരം എന്ന് പറയുന്നത് ചോക്ലേറ്റ് എടുത്ത് നമ്മളെല്ലാവരും കൂടി ഓരോന്ന് കഴിച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ ഇന്ന് ചെറിയ പുറത്തേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് പോകുന്നുണ്ട്. അത് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈവനിങ് ആയി, ചായ ബിരിയാണി വളരെ കുറച്ചേ കഴിച്ചുള്ളൂ, ഹെവി ആയിട്ട് കഴിച്ചില്ല. അപ്പോൾ ഒരു 5:05 ആയപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ തോന്നി. അപ്പോൾ ചായ ഇട്ടു. അതിനുശേഷം ഇന്ന് സ്നാക്കിന് ഞാൻ ഒരു സിമ്പിൾ പഴംപൊരി റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം മൈദ എടുത്തു, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ബാലൻസ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് ഉപ്പും, പിന്നെ കുറച്ച് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാരയും, കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയും ഇട്ടു. എന്നിട്ട് നമ്മുടെ ആ ഒരു പഴംപൊരിയുടെ മാവ് റെഡിയാക്കി എടുത്തു. അതിലേക്ക് ചെറുതായിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഏത്തപ്പഴം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മാവ് റെഡിയാക്കുമ്പോഴത്തേനും പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം കൂടിയോ കുറഞ്ഞോ പോവാതെ ശ്രമിക്കണം. ആ ഒരു പഴംപൊരിയുടെ ബാറ്റർ വളരെ കറക്റ്റാണെങ്കിൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് മാവ് നമ്മുടെ പഴത്തിൽ കവർ ചെയ്യത്തുള്ളൂ. അപ്പോൾ എനിക്കെന്തായാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി പഴംപൊരി കിട്ടി. ഞാനിന്ന് വളരെ സിമ്പിളായിട്ട്, നമുക്ക് പഴംപൊരിക്ക് പല ആൾക്കാർ പല ഐറ്റംസ് ആഡ് ചെയ്യുന്നത് കാണാറുണ്ട്. റവ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് റവ ആഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ മൈദയിൽ വെറും ഈസി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ് റെഡിയാക്കിയത്. മൈദയും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ വെള്ളവും ഒഴിച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പഴംപൊരി. അപ്പോൾ ഇതാണ് നമ്മൾ കുറച്ച് കൂടുതൽ പഴംപൊരി പൊരിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് സൺഡേ ആണല്ലോ, അപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ട്. പിന്നെ പഴംപൊരി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്നും പൊരിക്കുന്ന ഒരു സാധനമല്ല. അപ്പോൾ പിന്നെ നല്ല നാടൻ ഏത്തപ്പഴമായിരുന്നു, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന നല്ല നാടൻ ഏത്തപ്പഴം. അപ്പോൾ ഉള്ളു നല്ല സോഫ്റ്റായിട്ട് സ്വീറ്റായിട്ട്, പുറമേ എന്ന് പറയുന്നത് നല്ല ക്രിസ്പി ആയിട്ട് ക്രഞ്ചി ആയിട്ട്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും പഴംപൊരിയൊക്കെ എടുത്തു കൊടുത്തു. എല്ലാവർക്കും ചായ വേണ്ടവർക്കൊക്കെ ചായയൊക്കെ കൊടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്ന് ഈവനിങ്, എൻ്റെ വൈകുന്നേരത്തെ
ടീ ആൻഡ് സ്നാക്ക് വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്ത് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് എല്ലാവരുമായിട്ട് ഇരുന്ന് നമ്മൾ ചായയും അതുപോലെ തന്നെ പഴംപൊരിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇനിയൊരു ചെറിയ പരിപാടിയുണ്ട്. ചെറിയ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ഒന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. സൺഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്നൊന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് കസിൻ്റെ വീട്ടിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഷാർജയിലാണ്. ഷാർജയിൽ നിന്ന് കിസൈസിലേക്ക് ഒന്ന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ റിലാക്സ് ചെയ്ത് ചായയൊക്കെ കുടിച്ച് നല്ല ആസ്വദിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളൊന്ന് പുറത്തോട്ടിറങ്ങുകയാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടികൾ റെഡിയായിട്ട് ഇറങ്ങുന്ന വീഡിയോ ഒന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. നമ്മൾ പോവാണ്. അപ്പോൾ നമ്മൾ ഷാർജ ടു കിസൈസ് ആണ് നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോയി ഏകദേശം കിസൈസ് എത്തി. അപ്പോൾ എൻ്റെ കസിൻ്റെ വീട്ടിൽ പോവാണ്. വെറുതെ കുറച്ച് നേരം ഒന്ന് വെറുതെ കുട്ടികളൊക്കെ ആയിട്ട് ഇപ്പോൾ മോൾക്കൊക്കെ ഇതാണല്ലോ വെക്കേഷനാണ്, സമ്മർ വെക്കേഷനാണ്. അപ്പോൾ കൊച്ചൊക്കെ ആയിട്ട് വെറുതെ ഒന്ന് അവർ നമ്മുടെ വീട്ടിൽ ഇടയ്ക്ക് വരാറുണ്ട്. നമ്മൾ അതുപോലെ മക്കളെയൊക്കെ കൂട്ടി അങ്ങോട്ടും പോകാറുണ്ട്. അവിടെ ഒരു മോളുണ്ട്. അപ്പോൾ ആ മോളുമായിട്ട് ഇവിടുത്തെ മക്കൾക്കും അവിടുത്തെ മൂക്കും ഒക്കെ ഭയങ്കര കണ്ടു കഴിയുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിയാണ്. പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കഴിയുമ്പോൾ അതുകൊണ്ട് മോളെയൊക്കെ കാണാനായിട്ട് അവരിങ്ങോട്ടും വരാറുണ്ട്, നമ്മൾ അങ്ങോട്ടും പോകാറുണ്ട്. അങ്ങനെ കസിൻസിന് നമ്മൾ സാധാരണ നന്നായിട്ട് വീക്കെൻഡ്സിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണെങ്കിൽ ഒരുപാട് ലേറ്റ് ആവാറുണ്ട്. ഒരു 2 മണി 3 മണി 4 മണി ടൈമിലൊക്കെയാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്താറ്. അപ്പോൾ ഈ സൈസിൽ എത്തി. കുറച്ച് ട്രാവലൊക്കെ ഞാൻ പുറത്തെ ജസ്റ്റ് കുറച്ച് വ്യൂവും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഡിന്നർ ഇതെന്ന് പറയുന്നത് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ അവിടെ എത്തിയതിന് ശേഷം കുറേ നേരം നമ്മൾ ഫ്രീ ആയിട്ടിരുന്നു. അപ്പോൾ ഈ കട ഫ്രണ്ടും അതുപോലെ തന്നെ വൈഫും അവിടെ എത്തിയിരുന്നു. പിന്നെ എൻ്റെ കസിൻസും ഞങ്ങളെല്ലാവരും കൂടെ കുറേ നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് കാലിക്കറ്റ് സ്റ്റോറീസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ സോഡ ലൈം ഓർഡർ ചെയ്തു. പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ഒരു അഫ്ഗാനി ഗ്രില്ലോ അങ്ങനെ എന്തോ ഒരു ഐറ്റം ഓർഡർ ചെയ്തു. ഞങ്ങൾക്ക് കാലിക്കറ്റ് സ്റ്റോറീസിലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്രിൽഡ് ചിക്കനാണിത്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാം ഞങ്ങൾ ടേബിളിൽ സെറ്റാക്കി വെച്ച് ഞങ്ങൾ അടിപൊളിയായിട്ട് നമ്മുടെ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ വീക്കെൻഡിലെ എൻ്റെ സൺഡേയിലെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.